ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇഡി ആവശ്യപ്പെടുന്ന മൊഴികൾ മാത്രം കൈമാറാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠര് രാജീവര്, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകൾ വരുന്ന മൊഴികളാണ് ഇഡി ഇതുവരെ ആവശ്യപ്പെട്ടത്. ഇഡിയും SIT ഉദ്യോഗസ്ഥരും തമ്മിൽ നാളെ വിശദമായി സംസാരിക്കും. ഇഡി ആവശ്യപ്പെടുന്ന എല്ലാ മൊഴികളും നൽകാൻ SP S ശശിധരന് ADGP H വെങ്കടേഷ് നിർദ്ദേശം നൽകി. ഹരിമോഹൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഹരിമോഹൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മൊഴിയിലെ വിവരങ്ങൾ കൈമാറുക, അതുപോലെ പേരുകൾ കൈമാറുക എന്നതടക്കമുള്ള ആവശ്യം SITക്ക് മുമ്പിലേക്ക് ഇഡി വെക്കുകയായിരുന്നു. അത് പ്രധാനപ്പെട്ട നീക്കമാണ്. അതിനോട് നിയമോപദേശം തേടുക എന്ന നിലപാടിലേക്കാണ് നേരത്തെ SIT പോയത്. ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തുന്നത്? വിവരങ്ങൾ കൈമാറുക, മറ്റൊരു നിയമതർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലാണോ SIT? ഹരിമോഹൻ. തീർച്ചയായിട്ടും അങ്ങനൊരു നിയമതർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് SIT എത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങനൊരു കത്ത് ലഭിക്കുമ്പോൾ SIT കരുതിയിരുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളുടെ മൊഴി പൂർണ്ണമായിട്ടും ഇഡിക്ക് കൈമാറിക്കഴിഞ്ഞാൽ അതിനകത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ വളരെ രഹസ്യ സ്വഭാവത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന വിവരങ്ങൾ, അതൊക്കെ തന്നെ ഏതെങ്കിലും നിലയിൽ ദുരുപയോഗം ചെയ്യപ്പെടുമോ, മാധ്യമങ്ങളുടെ കൈകളിൽ ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക SITക്ക് ഉണ്ടായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിക്കകത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ നിരന്തരം താൻ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി SITയോട് പറഞ്ഞിട്ടുണ്ട്. SIT ഈ മൊഴികളൊക്കെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരൻ മാത്രമാണ് അത് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥിതി നിലവിലിരിക്കെ ഇഡിക്ക് നേരിട്ട് അത് പൂർണ്ണമായിട്ടും കൈമാറുന്ന ഒരു അവസ്ഥ അത് തൽക്കാലം വേണ്ടതില്ല എന്നുള്ളതായിരുന്നു SIT കരുതിയിരുന്നത്. പക്ഷേ കൂടുതൽ നിയമതർക്കങ്ങളിലേക്ക് ഇത് പോകാനുള്ള സാധ്യത നിയമോപദേശത്തിൽ കാണുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഇഡി തീരുമാനിക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് തങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം SITക്ക് ഏറെക്കുറെ ബോധ്യമാണ്. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിന്റെ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ SIT നൽകിയത്. അപ്പോൾ ഈ മൊഴി കൂടുതൽ, അതായത് വിശദമായ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഇഡിക്ക് കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമതർക്കത്തിലേക്ക് പോകേണ്ടതില്ല, അന്വേഷണം വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഇഡി നാളെ നേരിട്ടെത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്ന മൊഴികളുടെ എല്ലാ പകർപ്പുകൾ നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. ശരി, ഹരിമോഹൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇഡി ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്കാണ് SIT പോകുന്നത്. മറ്റൊരു നിയമപ്രശ്നത്തിലേക്ക്, നിയമതർക്കത്തിലേക്ക് അത് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക്